ഹലോ മൈ ഡിയർ ആസ്പിരൻസ്, എല്ലാവർക്കും നമ്മുടെ സൈലം ബാങ്കിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും സിലോജിസത്തിന്റെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട് അല്ലെ. സിലോജിസത്തിന്റെ ഫസ്റ്റ് ക്ലാസ് കിട്ടി, ഞങ്ങൾക്ക് രണ്ടാമത്തെ ക്ലാസ് അതായത് പോസിബിലിറ്റി ബേസ് ചെയ്തിട്ടുള്ള കൺക്ലൂഷൻസ് കിട്ടിയില്ല എന്ന് ഒരുപാട് പേര് കമന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് സിലോജിസത്തിന്റെ രണ്ടാമത്തെ ക്ലാസ്സുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. സോ എല്ലാവർക്കും സ്വാഗതം. എന്താണ് സിലോജിസം? സിലോജിസത്തിലെ ക്വസ്റ്റ്യൻസിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്? ഈ കാര്യങ്ങളെല്ലാം നമ്മൾ സിലോജിസത്തിന്റെ പാർട്ട് 1 ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം അത് കണ്ടിട്ട് വേണം ഈ രണ്ടാമത്തെ സെക്ഷൻ കാണാനായിട്ട്. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകില്ല. എന്താണ് സിലോജിസം? സിലോജിസത്തിൽ എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ്സ് തരിക, സ്റ്റേറ്റ്മെന്റ്സിനെ തന്നിട്ട് എങ്ങനെയാണ് കൺക്ലൂഷൻസ് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുന്നത്, എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ അത് ഉറപ്പായിട്ടും കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ സിലോജിസം എന്താണ്, അതേപോലെ തന്നെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ എങ്ങനെ വെൻ ഡയഗ്രത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, അതേപോലെ കൺക്ലൂഷൻസിനെ എങ്ങനെ നോക്കണം. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡെഫിനിറ്റ് കൺക്ലൂഷൻസ് ആയിരുന്നു സോൾവ് ചെയ്തത്. അതെങ്ങനെയായിരുന്നു ചെയ്യുന്നത് ഓർക്കുന്നുണ്ടോ? ഡെഫിനിറ്റ് കൺക്ലൂഷൻ ആണെങ്കിൽ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിലെ വെൻ ഡയഗ്രത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എന്താണോ കൺക്ലൂഷൻ പറഞ്ഞിരിക്കുന്നത് അത് വെൻ ഡയഗ്രത്തിൽ കാണുന്നുണ്ടോ എന്ന് നോക്കണം അല്ലെ. വെൻ ഡയഗ്രത്തിനകത്തിൽ ആ പറഞ്ഞിരിക്കുന്ന കൺക്ലൂഷൻ കാണുന്നുണ്ടെങ്കിൽ അതെന്തായിരുന്നു? ട്രൂ ആയിരുന്നു അല്ലെ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോസിബിലിറ്റി കൺക്ലൂഷൻസ് എങ്ങനെ ചെയ്യും. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ക്വസ്റ്റ്യൻസ് ത്രൂ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. എങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ നമുക്ക് വെൻ ഡയഗ്രത്തിലേക്ക് ആദ്യം കൺവേർട്ട് ചെയ്യാം. എന്താ പറഞ്ഞിരിക്കുന്നത്? സം എ ആർ ബി. കുറച്ച് എ എന്ന് പറയുന്നത് എന്താണ്? ബി ആണ്. സം എ ആർ ബി. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞേക്കുന്നത്? സം ബി ആർ സി. കുറച്ച് ബി എന്ന് പറയുന്നത് എന്താണ്? സി ആണ് അല്ലെ. ഓക്കെ, ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞേക്കുന്നത്? നോ സി ആർ ഡി. ഒരു സിയും എന്തല്ല? ഡി അല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ എന്താക്കി കൺവേർട്ട് ചെയ്തു? വെൻ ഡയഗ്രാം ആക്കി കൺവേർട്ട് ചെയ്തു. ഇനി നമുക്ക് ഓരോ കൺക്ലൂഷൻസ് ആയിട്ട് നോക്കാം. ഒന്നാമത്തെ കൺക്ലൂഷൻ, സം സി ക്യാൻ ബി ഡി. കുറച്ച് സിക്ക് ഡി ആകാൻ പറ്റുമോ എന്ന് അവർ ചോദിച്ചേക്കുന്നത് അല്ലെ. നിങ്ങളൊന്ന് നോക്കിക്കേ, നമ്മളുടെ വെൻ ഡയഗ്രത്തില് ഇതാണ് സി, ഇതാണ് ഡി. ഒരു സിയും ഡി ആകില്ല എന്ന് നമ്മളുടെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതേ ഇവിടെ ഇങ്ങനെ ക്രോസ് സൈൻ ഇട്ടേക്കുന്നത്. അപ്പൊ നമ്മളോട് എന്തോ ഒന്നാമത്തെ കൺക്ലൂഷൻ ചോദിച്ചത്? സം സി ക്യാൻ ബി ഡി എന്നാ ചോദിച്ചത്. ആകാൻ പറ്റുമോ? ഇപ്പൊ തന്നെ നിങ്ങൾ പറയും പറ്റില്ല. കാര്യം എന്താ? സം സി ക്യാൻ ബി ഡി പറ്റാത്തതിന്റെ റീസൺ എന്താണ്? ഇവിടെ ഓൾറെഡി നമ്മളുടെ സ്റ്റേറ്റ്മെന്റിനകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു സിയും ഡി ആകില്ല. സോ പോസിബിലിറ്റി കൺക്ലൂഷൻസ് നോക്കേണ്ട ടൈമില് ഒന്നാമത്തെ കാര്യമാണ് ഇപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. അതായത് നമ്മൾ ആരുടെയൊക്കെയാണോ പോസിബിലിറ്റി പറയുന്നത് അല്ലെങ്കിൽ പോസിബിലിറ്റി പറയുന്ന എലമെന്റ്സ് തമ്മിൽ ഇതേപോലെ എന്തെങ്കിലും ക്രോസ് റിലേഷൻ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അവർ തമ്മിൽ ഒരു പോസിബിലിറ്റിയും പറ്റത്തില്ല. അതായത് നമ്മളുടെ കൺക്ലൂഷൻ അകത്തിൽ ഇതേപോലെ ക്രോസ് റിലേഷൻ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും എലമെന്റ്സ് തമ്മിലാണ് പോസിബിലിറ്റി പറഞ്ഞിരിക്കുന്നതെങ്കിൽ അവർ തമ്മിൽ ഒരു പോസിബിലിറ്റിയും പറ്റില്ല. കാരണം ഇവിടെ സ്റ്റേറ്റ്മെന്റിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഒരു സിയും ഡി ആകില്ല. അപ്പൊ നമ്മളോട് ചോദിക്കുവാണ് സം സി ക്യാൻ ബി ഡി. പറ്റുമോ? പറ്റില്ല. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മളുടെ കൺക്ലൂഷൻ പറഞ്ഞിരിക്കുന്ന എലമെന്റ്സ് തമ്മിൽ എന്തെങ്കിലും ഒരു ക്രോസ് റിലേഷൻ നമുക്ക് വെൻ ഡയഗ്രത്തിൽ കാണാൻ പറ്റുമെങ്കിൽ അവർ തമ്മിലുള്ള പോസിബിലിറ്റി പറ്റില്ല. സോ ഒന്നാമത്തെ കൺക്ലൂഷൻ എന്താണ്? തെറ്റാണ്. എങ്കിൽ ഇനി നമുക്ക് രണ്ടാമത്തെ കൺക്ലൂഷൻ നോക്കിയാലോ? സം എ ക്യാൻ ബി ഡി. കുറച്ച് എക്ക് ഡി ആകാൻ പറ്റുമോ എന്നാ ചോദിച്ചേക്കുന്നത്. സം എ ക്യാൻ ബി ഡി. നിങ്ങളൊന്ന് നോക്കിക്കേ, എയും ഡിയും എവിടെയാ? ഇതാണ് എ, ഇതാണ് ഡി. ഓക്കെ, അപ്പം കൺക്ലൂഷൻ പറഞ്ഞിരിക്കുന്നത് സം എ ക്യാൻ ബി ഡി എന്നാ പറഞ്ഞേക്കുന്നത് അല്ലെ. അപ്പൊ ഒരു കാര്യം, ഈ എ എന്ന് പറയുന്ന സർക്കിളും ഈ ഡി എന്ന് പറയുന്ന സർക്കിളും തമ്മിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇതുപോലെ എന്തെങ്കിലും ഒരു ക്രോസ് റിലേഷൻ കാണുന്നുണ്ടോ? അങ്ങനെ കാണുന്നില്ലല്ലോ. ഞാൻ നേരത്തെ തൊട്ടു മുന്നേ എന്താ പറഞ്ഞത്? ഈ കൺക്ലൂഷൻ അകത്തില് ഇവര് തങ്ങളിൽ എന്തെങ്കിലും ഒരു ക്രോസ് റിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പോസിബിലിറ്റി പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പോസിബിലിറ്റി ഓക്കെയാണ്. ഞാൻ ഇവിടെ നോക്കിയപ്പോ ഈ എയും ഈ ഡിയും തമ്മിൽ ഒരു കുഴപ്പവും കാണുന്നില്ല, ഇതുപോലെ ഒരു ക്രോസ് റിലേഷനും കാണുന്നില്ല. സോ സം എ ക്യാൻ ബി ഡി എന്ന് പറയുന്നത് എന്താണ്? ട്രൂ ആണ്. എങ്കിൽ അടുത്ത കൺക്ലൂഷൻ നോക്കിയാലോ? സം ഡി ക്യാൻ ബി എ. സം ഡി ക്യാൻ ബി എ. ഞാൻ നേരത്തെ പറഞ്ഞത് സം എ ക്യാൻ ബി ഡി ആയിരുന്നു. എങ്കിൽ ഇവിടെ സം ഡി ക്യാൻ ബി എ പറ്റില്ലേ? ഡെഫിനറ്റ് ആയിട്ടും പറ്റുമല്ലോ. കാരണം ഈ ഡിയും ഈ എയും തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല. ക്ലിയർ അല്ലേ? എങ്കിൽ അടുത്ത കൺക്ലൂഷനിലേക്ക് നമുക്ക് കടക്കാം. സം ബി ക്യാൻ ബി ഡി. കുറച്ച് ബിക്ക് ഡി ആകാൻ പറ്റുമോ? ശ്രദ്ധിക്കണേ, കുറച്ച് ബിക്ക് ഡി ആകാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്.
ഇപ്പൊ ചിലർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാകും, നമ്മൾ ഈ ഡെഫിനിറ്റ് കൺക്ലൂഷനും പോസിബിലിറ്റി കൺക്ലൂഷനും എങ്ങനെ തിരിച്ചറിയുന്നത്? ഞാൻ ഇവിടെ പറഞ്ഞ എല്ലാ കൺക്ലൂഷൻസും നിങ്ങൾ ശ്രദ്ധിച്ചോ? ക്യാൻ ബി എന്നൊരു വേർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? നമ്മൾ ഡെഫിനിറ്റ് കൺക്ലൂഷൻ ആണെങ്കിൽ ക്യാൻ ബി, പോസിബിലിറ്റി, ഈ വക വേർഡ്സ് ഒന്നും അതിലുണ്ടാകില്ല. ഇങ്ങനെ സം എ ആർ നോട്ട് ബി, ഓൾ എ ആർ ബി, നോ എ ആർ ബി, ഇങ്ങനെയായിരിക്കും കൺക്ലൂഷൻസ് വരിക. പക്ഷേ പോസിബിലിറ്റി കൺക്ലൂഷൻസ് ആണെന്നുണ്ടെങ്കിൽ ക്യാൻ ബി അല്ലെങ്കിൽ പോസിബിലിറ്റി എന്നൊരു വേർഡ് ഡെഫിനറ്റ് ആയിട്ടും അതിലുണ്ടാകും. സോ നിങ്ങൾ പോസിബിലിറ്റി കൺക്ലൂഷൻസ് എങ്ങനെ തിരിച്ചറിയും എന്നുള്ളതോർത്ത് കൺഫ്യൂസ്ഡ് ആകേണ്ട കാര്യമില്ല. നമുക്ക് ആ കൺക്ലൂഷൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇവരൊരു സാധ്യതയെ പറ്റിയിട്ടാണോ പറയുന്നത്, ആകാനുള്ള സാധ്യതയുണ്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ കൺക്ലൂഷൻ എന്തായിരുന്നു? സം ബി ക്യാൻ ബി ഡി. ബിയും ഡിയും ദേ ഇവിടെയാ കിടക്കുന്നത്. ബി എന്ന് പറയുന്നത് ഇത്, ഡി എന്ന് പറയുന്നത് ഇത്. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താ? ഇവര് തങ്ങളിൽ എന്തെങ്കിലും ക്രോസ് റിലേഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ നോക്കിക്കേ, ഈ ബിയും ഈ ഡിയും തമ്മിൽ യാതൊരു ക്രോസ് റിലേഷനും കാണുന്നില്ല. ഇവര് തമ്മിൽ ഒരു പ്രശ്നവും കാണുന്നില്ല അല്ലെ? ഈ ക്രോസ് റിലേഷനെ ഒരു അടിയായിട്ട് ഞാനിപ്പോ അങ്ങ് സങ്കല്പിച്ച ബിയും ഡിയും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല എങ്കിൽ കുറച്ച് ബിക്ക് ഡി ആയിക്കൂടെ? ഡെഫിനറ്റ് ആയിട്ടും ആകാം. സം ബി ക്യാൻ ബി ഡി എന്നത് എന്താണ്? ഒരു പോസിബിലിറ്റി ആണ്. അതേപോലെ തന്നെ തിരിച്ച് എനിക്ക് എന്ത് പറയാം? സം ഡി ക്യാൻ ബി ബിയും ഒരു പോസിബിലിറ്റി ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ ആ പറഞ്ഞു വരുന്ന പോയിന്റ്സ് നിങ്ങൾക്ക് ഇത്രയും കൺക്ലൂഷൻ നോക്കിയപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാകും. പോസിബിലിറ്റി പറയുന്ന എലമെന്റ്സ് തമ്മിൽ എന്തെങ്കിലും ക്രോസ് റിലേഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അവർ തമ്മിൽ പോസിബിലിറ്റി പറ്റത്തില്ല, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പോസിബിലിറ്റീസ് ഓക്കെയാണ്. ക്ലിയർ അല്ലേ? എങ്കിൽ അടുത്ത കൺക്ലൂഷനിലേക്ക് നമുക്ക് കടക്കാം. ഓൾ എ ക്യാൻ ബി ഡി. നേരത്തെ സം എ ക്യാൻ ബി ഡി ആണ് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ പറയുന്നത് ഓൾ എ ക്യാൻ ബി ഡി ആ. ഓൾ എ ക്യാൻ ബി ഡി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നോക്കിയാൽ മതി. ഈ എയും ഈ ഡിയും തമ്മിൽ ഒരു കുഴപ്പവും കാണുന്നില്ല എങ്കിൽ എല്ലാ എക്കും എന്താകാം? ഡി ആകാം. അതേപോലെ തന്നെ എനിക്ക് തിരിച്ചു പറയാലോ, ഓൾ ഡി ക്യാൻ ബി എ. കാരണം എയും ഡിയും തമ്മിൽ യാതൊരു പ്രശ്നവും ഞാൻ കാണുന്നില്ല. സോ ഓൾ എ ക്യാൻ ബി ഡി. അതേപോലെ തന്നെ ഓൾ ഡി ക്യാൻ ബി എ. ഈ രണ്ട് പോസിബിലിറ്റീസും ട്രൂ ആണെന്ന് എനിക്ക് പറയാം. എങ്കിൽ അടുത്ത കൺക്ലൂഷൻ, ഓൾ ബി ക്യാൻ ബി ഡി. അത് പറ്റുമോ? ഓൾ ബി ക്യാൻ ബി ഡി. ഒന്ന് നോക്കിക്കേ, എല്ലാ ബിക്കും ഡി ആകാൻ പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് എന്തായിരുന്നു? ഇവര് തമ്മിൽ, അതായത് പോസിബിലിറ്റി പറയുന്ന എലമെന്റ്സ് തമ്മിൽ എന്തെങ്കിലും ക്രോസ് റിലേഷൻ ഉണ്ടോ നോക്കണമെന്ന് പറഞ്ഞു. ഇവിടെ ബിയും ഈ ഡിയും തമ്മിൽ യാതൊരു ക്രോസ് റിലേഷനും കാണുന്നില്ല. പക്ഷേ എല്ലാ ബിയും ഡി ആയാൽ നിങ്ങളൊന്ന് നോക്കിക്കേ, ബിയുടെ കുറച്ച് ഭാഗം ആരാണ്? സി അല്ലേ? അപ്പൊ എല്ലാ ബിയും ഡി ആയാൽ ഓട്ടോമാറ്റിക്കലി സിയുടെ കുറച്ച് ഭാഗം എവിടേക്ക് വരും? ഡിയിലേക്ക് വരും. അത് പോസിബിൾ ആണോ? അല്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കിക്കോണം? ബിയും ഡിയും തമ്മിൽ കുഴപ്പമൊന്നും ഇല്ലെങ്കിലും അവരുടെ നെയ്ബേഴ്സിനെയും കൂടെ ഒന്ന് നോക്കിക്കോണം, അവരുടെ അയൽക്കാരെ കൂടെ ഒന്ന് നോക്കിക്കോണം. കാരണം ഓൾറെഡി ഇവിടെ ബിയുടെ കുറച്ച് ഭാഗം ആരാണ്? സി ആണ്. ആ സി ഡി ആകത്തില്ല എന്ന് ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സി ഡി ആകില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാ ബിയും ഡിയിലേക്ക് വന്നാൽ അത് പോസിബിൾ ആണോ? അല്ല. സോ ഓൾ ബി ക്യാൻ ബി ഡി എന്ന് പറയുന്നത് തെറ്റാണ്, പറ്റില്ല. ഓൾ ബി ബീയിങ് ഡി ഇസ് എ പോസിബിലിറ്റി എന്ന് പറയാം. മീൻസ് ഞാൻ പോസിബിലിറ്റി വേർഡ് യൂസ് ചെയ്ത് പറഞ്ഞതാണ്. ഓൾ ബി ബീയിങ് ഡി ഇസ് എ പോസിബിലിറ്റി എന്താണ്? തെറ്റാണ്. ക്ലിയർ അല്ലേ? പക്ഷെ സം ബി ബീയിങ് ഡി ഇസ് എ പോസിബിലിറ്റി അല്ലെങ്കിൽ സം ബി ക്യാൻ ബി ഡി എന്ന് പറയുന്നത് ട്രൂ ആണ്. കാരണം ഇത്രയും ഭാഗം ആകരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. ദണ്ട് ഇത്രയും ഭാഗം ഫ്രീ അല്ലേ? ഇവിടെ ആരുമായിട്ടും ഡിക്ക് ഒരു പ്രശ്നവും ഇല്ലല്ലോ. ഇത്രയും ക്ലിയർ ആണോ നിങ്ങൾക്ക്? എങ്കിലും ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ. ഓൾ ഡി ക്യാൻ ബി ബി. എല്ലാ ഡിക്കും ബി ആകാൻ പറ്റുമോ? ഇവിടെ ഡിയും ബിയും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും, എല്ലാ ബിക്കും ഡി ആകാൻ പറ്റത്തില്ല, അപ്പൊ പിന്നെ എല്ലാ ഡിക്കും ബി ആകാൻ പറ്റില്ലല്ലോ. അങ്ങനെയല്ല, ശ്രദ്ധിച്ച് കേൾക്കാം. ഇവിടെ എല്ലാ ഡിക്കും ബി ആകാൻ പറ്റുമോ? ഓൾ ഡി ക്യാൻ ബി ബി. നമുക്ക് വേണ്ട ഇവിടെ വരാൻ പാടില്ല എന്നേ ഉള്ളൂ. സിയും ഡിയും തമ്മിലാണ് പ്രശ്നം. സിയും ബിയും തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല. ഇവിടെ വരാൻ പാടില്ല എന്നേ ഉള്ളൂ. ഡിക്ക് വേണേ ഇവിടെ വരാം, ഡിക്ക് വേണേ ഇവിടെ വരാം, ഇവിടെയും വരാം. ഇന്ന സ്ഥലത്ത് വരണം എന്നല്ല പറഞ്ഞേക്കുന്നത്. ഇവിടെ തന്നെ കയറിയിരിക്കണം എന്നൊന്നും അവര് പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളോട് എന്തുവാ പോസിബിലിറ്റി ചോദിച്ചേക്കുന്നത്? ഓൾ ഡി ക്യാൻ ബി ബി. എല്ലാ ഡിക്കും ബി ആകാൻ പറ്റുമെന്നാ ചോദിച്ചേക്കുന്നത്. സോ എല്ലാ ഡിക്കും ഡെഫിനറ്റ് ആയിട്ടും എന്താകാം? ബി ആകാം. ആണെന്നല്ല, ആകാമോ? ഇറ്റ്സ് എ പോസിബിലിറ്റി. അപ്പൊ പോസിബിലിറ്റി വരുമ്പോ നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന എലമെന്റ്സ് തമ്മിൽ ക്രോസ് റിലേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവർ തമ്മിൽ എന്തെങ്കിലും നെയ്തർ നോ റിലേഷൻ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിബിലിറ്റി പറ്റില്ല.
ഇനി നമ്മൾ ഇപ്പൊ പറഞ്ഞ കൺക്ലൂഷനകത്തില് ബിയും ഡിയും തമ്മിൽ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ബിയുടെ കുറച്ച് ഭാഗം ആരാണ്? സിയാ. അപ്പൊ സി ഡി ആകാത്തത് കൊണ്ടാണ് എല്ലാ ബിക്കും എന്താകാൻ പറ്റാത്തത്? ഡി ആകാൻ പറ്റാത്തത്. അത് നന്നായിട്ട് മനസ്സിലാക്കിക്കോണം. ചില കേസസിൽ നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള ആൾക്കാരെ കൂടെ നമ്മളൊന്ന് കരുതിയേക്കണം. അടുത്ത കൺക്ലൂഷനിലേക്ക് നമുക്ക് കടക്കാം. സം എ ക്യാൻ ബി സി. എന്താ പറഞ്ഞത്? സം എ ക്യാൻ ബി സി. എ ഇവിടെ കിടക്കുന്നു, സി ഇവിടെ കിടക്കുന്നു. നമ്മൾ എന്താ പറഞ്ഞത്? പോസിബിലിറ്റി നമ്മൾ പറയുമ്പോൾ അവര് തമ്മിൽ എന്തെങ്കിലും ക്രോസ് റിലേഷൻ ഉണ്ടോ നോക്കണം. ഇവിടെ നോക്കിക്കേ, ഇതാണ് എ, ഇതാണ് സി. ഓക്കെ, സം എ ക്യാൻ ബി സി പറ്റുമോ? ഇവിടെ എ എന്ന് പറയുന്ന ആളും സി എന്ന് പറയുന്ന ആളും തമ്മിൽ യാതൊരു ക്രോസ് റിലേഷനും ഇല്ല. സോ സം എ ക്യാൻ ബി സി ഡെഫിനറ്റ് ആയിട്ടും എനിക്ക് പറ്റും. ഓക്കെ, അപ്പൊ സം എ ക്യാൻ ബി സി എന്ന് പറയുന്ന പോസിബിലിറ്റി ട്രൂ ആണ്. ക്ലിയർ അല്ലേ? എങ്കിൽ അടുത്തൊരു കൺക്ലൂഷൻ, സം എ ക്യാൻ ബി ബി. ഞാൻ ഒന്നുകൂടെ പറയാം, സം എ ക്യാൻ ബി ബി പറ്റുമോ? അത് ട്രൂ ആണോ ആ ഒരു കൺക്ലൂഷൻ? അതായത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്ന പോയിന്റ്സ് എന്തൊക്കെയായിരുന്നു? പറയുന്ന എലമെന്റ്സ് തമ്മിൽ ക്രോസ് റിലേഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ നോക്കിക്കേ, ഈ എയും ഈ ബിയും തമ്മിൽ യാതൊരു ക്രോസ് റിലേഷനും ഞാൻ കാണുന്നില്ല. അപ്പൊ അത് സാറ്റിസ്ഫൈ ചെയ്തു. പക്ഷേ നിങ്ങൾ ഓൾറെഡി ഇവിടെ ഒന്ന് നോക്കിക്കേ, ഇവിടെ ഓൾറെഡി എന്താണ്? സം എ ആർ ബി അല്ലേ? ഇവിടെ ഡെഫിനറ്റ് ആയിട്ടും സം എ ആർ ബി ആണ്. ഞാൻ ആ പറഞ്ഞു വരുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇത് നോക്കിക്കേ, ഇതൊരു പെന്നാണ് അല്ലെ? ഇത് നമുക്കറിയാം, ഇതൊരു പെന്ന. അപ്പൊ ഞാൻ പറയാണ് ഇതൊരു പെന്നാകാം. ഇത് ഓൾറെഡി ഒരു പെന്നാണ്. അപ്പൊ ഇത് പെന്നാകാം എന്ന് പറയുന്നതിനകത്തിൽ എന്തെങ്കിലും ഒരു ലോജിക് ഉണ്ടോ? അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓൾറെഡി സം എ ആർ ബി ആ, ഡെഫിനറ്റ് ആയിട്ടും ഇവിടെ സം എ ആർ ബി ആ. അപ്പൊ അതിന്റെ പോസിബിലിറ്റി ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. വെരി 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 ഇമ്പോർട്ടന്റ് പോയിന്റ്. ഡെഫിനിറ്റ് കൺക്ലൂഷൻസിന്റെ പോസിബിലിറ്റി പറയാൻ പറ്റില്ല. അതായത് ഏറ്റവും സിമ്പിൾ ആക്കി പറയുന്ന കൺക്ലൂഷൻ അല്ലെങ്കിൽ പോസിബിലിറ്റി പറയുന്ന കൺക്ലൂഷൻ ഡെഫിനറ്റ് ആയിട്ട് വെൻ ഡയഗ്രത്തിൽ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ പോസിബിലിറ്റി പറയാൻ പറ്റില്ല. വളരെയധികം ശ്രദ്ധിച്ചോണം. നമുക്ക് പ്രിലിംസിനും മെയിൻസിനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചും ഒക്കെ ചോദിക്കുന്ന ഒരു കൺക്ലൂഷനാണ്. ഇവിടെ ഞാൻ ചോദിച്ചത് സം എ ക്യാൻ ബി ബി ആ. അപ്പൊ ഇവിടെ നോക്കിയപ്പോ ഓൾറെഡി സം എ ആർ ബി ആ. ഡെഫിനറ്റ് ആയിട്ടുള്ള കൺക്ലൂഷൻസിന് പോസിബിലിറ്റി പറയാൻ പറ്റില്ല. സോ സം എ ക്യാൻ ബി ബി എന്ന് പറയുന്ന പോസിബിലിറ്റി അല്ലെങ്കിൽ ആ കൺക്ലൂഷൻ എന്താണ്? തെറ്റാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? എങ്കിലും നമുക്ക് ഈ ഒരു ഡയഗ്രാം വെച്ചിട്ട് ഇതിൽ നിന്ന് പറ്റാവുന്ന പോസിബിലിറ്റി കൺക്ലൂഷൻസ് ഒക്കെ ഞാനൊന്ന് പറയട്ടെ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. അതായത് ഇതിൽ ട്രൂ ആയിട്ടുള്ള പോസിബിലിറ്റി കൺക്ലൂഷൻസും ഫോൾസ് ആയിട്ടുള്ളതും നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ സം എ ക്യാൻ ബി ഡി പറ്റും, കാരണം ഇവര് തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല. അതേപോലെ തന്നെ ഓൾ എ ക്യാൻ ബി ഡിയും പറ്റും. തിരിച്ചു എനിക്ക് പറയാം, സം ഡി ക്യാൻ ബി എ. ഇവര് തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല. സോ ഓൾ ഡി ക്യാൻ ബി എ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ സം ബി ക്യാൻ ബി ഡി ഡെഫിനറ്റ് ആയിട്ടും പറ്റും. അതേപോലെ സം ഡി ക്യാൻ ബി ബി, കുറച്ച് ഡിക്ക് എന്താകാം? ബി ആകാം, കാരണം ഈ ബിയും ഈ ഡിയും തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല. ഓക്കെ, ഇനി ഓൾ ബി ക്യാൻ ബി ഡി പറ്റുമോ? നേരത്തെ നമ്മൾ പറഞ്ഞു പറ്റില്ല, കാരണം ബിയുടെ കുറച്ച് ഭാഗം സി ആണ്. ഈ സി ഡി ആകാത്തത് കൊണ്ട് ഒരിക്കലും എല്ലാ ബിക്കും എന്താകാൻ പറ്റില്ല? ഡി ആകാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? അതേപോലെ ഓൾ ഡി ക്യാൻ ബി ബി പറ്റുമോ? ഡെഫിനറ്റ് ആയിട്ടും പറ്റും, കാരണം ഡിക്ക് ഇവിടെ വരാം, ഡിക്ക് ഇവിടെ വരാം. ഈ ഒരു ഭാഗത്ത് വരരുതെന്നേ ഉള്ളൂ, ഇന്ന ഭാഗത്ത് വരണം എന്ന് പറയുന്നില്ല. അപ്പം ഓൾ ഡി ക്യാൻ ബി എന്ന് പറയുന്ന പോസിബിലിറ്റി ട്രൂ ആണ്. പക്ഷെ ഓൾ ബി ക്യാൻ ബി ഡി എന്ന് പറയുന്ന കൺക്ലൂഷൻ തെറ്റാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് നോക്കിക്കേ, സം സി ക്യാൻ ബി ഡി പറ്റുമോ? ആ ഒരു കൺക്ലൂഷൻ ട്രൂ ആണോ? അല്ല. കാര്യം എന്താ? ഇവിടെ ഒരു സിയും എന്തല്ല? ഡി അല്ല. ഒരു സിയും ഇവിടെ എന്തല്ല? ഡി അല്ല. സോ സം സി ക്യാൻ ബി ഡി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സം ഡി ക്യാൻ ബി സി ആയിക്കോട്ടെ, ഓൾ സി ക്യാൻ ബി ഡി ആയിക്കോട്ടെ, ഓൾ ഡി ക്യാൻ ബി സി ആയിക്കോട്ടെ, എല്ലാം എന്താണ്? കൺക്ലൂഷൻ തെറ്റാണ്. കാരണം ഇവിടെ നോ റിലേഷൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? കുറച്ച് എക്ക് എന്താകാം? സി ആകാം. ഇവിടെ എയും ഇവിടെ ഈ സിയും തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല. സോ സം എ ക്യാൻ ബി സി ട്രൂ ആണ്. അതേപോലെ തന്നെ സം സി ക്യാൻ ബി എയും ട്രൂ ആണ്. പക്ഷേ സം എ ക്യാൻ ബി ബി തെറ്റാണ്. കാര്യം എന്താ? ഇവിടെ ഡെഫിനറ്റ് ആയിട്ടും സം എ ആർ ബി ആ. അതേപോലെ തന്നെ സം ബി ക്യാൻ ബി സി, സം ബി ക്യാൻ ബി സി, ഇവിടെ ബിയുടെ കുറച്ച് ഭാഗം ഓൾറെഡി സി ആണ്. ഡെഫിനറ്റ് ആയിട്ടുള്ള കൺക്ലൂഷൻസിന് പോസിബിലിറ്റി പറയില്ല. ക്ലിയർ അല്ലേ? എങ്കിലും നമ്മൾ പോസിബിലിറ്റി പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് റിവൈസ് ചെയ്താലോ? ഇത്രയേ ഉള്ളൂ കാര്യം. അതായത് പോസിബിലിറ്റി കൺക്ലൂഷൻ ആണ് നമുക്ക് പറയുന്നതെങ്കിൽ അവര് സാധ്യതയെ പറ്റിയാ ചോദിക്കുന്നത്. ഇന്നാളാകാമോ എന്നുള്ള പോസിബിലിറ്റി അവർ ചോദിക്കുന്നത്. അതിലൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്?
ഈ പറയുന്ന എലമെന്റ്സ് തമ്മിൽ എന്തെങ്കിലും ക്രോസ് റിലേഷൻ ഉണ്ടോ നോക്കുക. ആ ക്രോസ് റിലേഷൻ ഉണ്ടെങ്കിൽ ഒരു പോസിബിലിറ്റിയും പറ്റില്ല. ഇനി അങ്ങനെ ഒരു ക്രോസ് റിലേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പോസിബിലിറ്റി പറ്റും. പക്ഷെ അവിടെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിരുന്നു, എന്താ? സറൗണ്ടിങ് ആൾക്കാരെ കൂടെ ഒന്ന് നോക്കിക്കോണം. നമ്മൾ ഇതേണ്ട ഇവിടെ ഓൾ ബി ക്യാൻ ബി ഡി പറഞ്ഞില്ലേ, ആ സെയിം കേസ്. അതായത് ബിയുടെ കുറച്ച് ഭാഗം സി ആ, അതുകൊണ്ട് ബിക്ക് എന്തിൽ വരാൻ പറ്റില്ല? എല്ലാ ബിക്കും എന്തിൽ വരാൻ പറ്റില്ല? ഡിയിൽ വരാൻ പറ്റില്ല. പക്ഷെ കുറച്ച് ബിക്ക് എന്തിൽ വരാം? ഡിയിൽ വരാം. അപ്പൊ നമ്മൾ സറൗണ്ടിങ് ആൾക്കാരെ കൂടെ അല്ലെങ്കിൽ സറൗണ്ടിങ് എലമെന്റ്സിനെ കൂടെ നമ്മളൊന്ന് നോക്കിയേക്കണം. പിന്നെ അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് പറഞ്ഞത് എന്താ? നമുക്ക് ഡെഫിനിറ്റ് ആയിട്ടുള്ള കൺക്ലൂഷൻസിന് ഒരിക്കലും എന്ത് പറയില്ല? പോസിബിലിറ്റി പറയില്ല. അതായത് ഡെഫിനിറ്റ് ആയിട്ടുള്ള കൺക്ലൂഷൻസ് എങ്ങനെയാ നമ്മൾ മനസ്സിലാക്കുക? ആ പോസിബിലിറ്റി പറയുന്ന കാര്യം വെൻ ഡയഗ്രത്തിൽ കാണണം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സം എ ക്യാൻ ബി ബി. ഇവിടെ നോക്കിയപ്പോൾ ഓൾറെഡി സം എ ആർ ബി ആ. അതിന്റെ പോസിബിലിറ്റി പറയുന്നത് തെറ്റാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇത്രയേ ഉള്ളൂ പോസിബിലിറ്റിയുടെ കാര്യം. ഇത് നിങ്ങളെ മനസ്സിൽ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ പോസിബിലിറ്റിയുടെ കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ സിലോജിസത്തിന്റെ ഡെഫിനിറ്റ് കൺക്ലൂഷൻസ് നമ്മൾ നോക്കി, പോസിബിൾ കൺക്ലൂഷൻസ് നോക്കി അല്ലേ? നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഒരു 4 സ്റ്റേറ്റ്മെന്റിനെ പറ്റിയിട്ടായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയാ 4 സ്റ്റേറ്റ്മെന്റ്സ്? സം എ ആർ ബി, സം എ ആർ നോട്ട് ബി, ഓൾ എ ആർ ബി ആൻഡ് നോ എ ആർ ബി. ഇത്രയും സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നിങ്ങൾക്കറിയാലോ, നമ്മളുടെ ബാങ്ക് എക്സാമിനെ സംബന്ധിച്ച് ഒരു എക്സ്ട്രാ 2 സ്റ്റേറ്റ്മെന്റ് കൂടെ ഉണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഏതൊക്കെയാ അത്? only a few ARB and only ARB. അത് വളരെയധികം നന്നായിട്ട് മനസ്സിലാക്കണം. സോ അതിന്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. സോ നന്നായിട്ട് നിങ്ങളെ സിലോജിസത്തിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഡെഫിനിറ്റ് കൺക്ലൂഷൻസും പോസിബിൾ കൺക്ലൂഷൻസും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക.